നമസ്കാരം. കഴിഞ്ഞ ദിവസം മുളന്തുരുത്തി ആമ്പല്ലൂർ മിൽമ വളവിൽ വാൻ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ഒരു സ്ത്രീ മരിച്ചിരുന്നു. ബിജി ഉത്തമൻ എന്ന 46 വയസ്സുകാരിയാണ് കൊല്ലപ്പെട്ടത്. ഇതിലുണ്ടായിരുന്ന 15 പേർക്കും പരിക്ക് പറ്റുകയും ചെയ്തിരുന്നു. ഈ വളവ് വലിയൊരു അപകട മേഖലയാണ് എന്നാണ് നാട്ടുകാരെല്ലാവരും ഇപ്പോൾ പറയുന്നത്. 2 വലിയ വളവുകളാണ് ഇത്തരത്തിൽ അപകടത്തിന് ഇടയാക്കാനുള്ള കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. മാത്രമല്ല അമിത വേഗതയിലാണ് പല വാഹനങ്ങളും ഇതുവഴി കുതിക്കുന്നത്. ഇപ്പോൾ പുറത്തുവരുന്ന ഒരു CCTV ദൃശ്യത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ട വാൻ അശ്രദ്ധമായി ഈ വളവിൽ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ അപകടമുണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. 2 ടാങ്കർ ലോറികൾ ഓപ്പോസിറ്റ് വരുന്നുണ്ട്. ഇതിനിടയിലാണ് ഒരു കാറിനെ മറികടന്ന് ഈ വാൻ അമിത വേഗതയിലേക്ക് പോകുന്നത്. മുന്നിൽ ഈ ടാങ്കർ ലോറി കണ്ട് പെട്ടെന്ന് വലത്തേക്ക് വെട്ടിച്ചതാണ് എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വാഹനം വലത്തേക്ക് മറിഞ്ഞ് തെറിച്ച് മതിലിൽ ഇടിച്ച് പോസ്റ്റും ഒടിച്ച് അപകടത്തിൽപ്പെടുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ടാങ്കർ ലോറി വളരെ വേഗം തന്നെ ബ്രേക്ക് ചെയ്തതുകൊണ്ടാണ് ഈ വാഹനത്തിൽ ഇടിക്കാതിരുന്നത്. നേരെ ഈ വാഹനം മറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ, ഈ വാൻ ഈ റോഡിൽ മറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ വലിയൊരു ദുരന്തത്തിന് തന്നെ സാക്ഷ്യം വഹിച്ചതിനെ. നിരവധി പേർക്ക് ആളപായമുണ്ടായതിനെ. നമുക്ക് കാണാം, നേർക്ക് നേർ വന്ന് ഇത് ഇടിച്ചിരുന്നുവെങ്കിൽ ആ അപകടത്തിൻ്റെ ആഘാതം കൂടുകയേ ഉള്ളായിരുന്നുള്ളൂ. എന്തായാലും ആ വാഹനം മറിഞ്ഞതുകൊണ്ടാണ് ഒരു മരണത്തിൽ മാത്രം ഈ അപകടം ഒതുങ്ങിയത്. അല്ലെങ്കിൽ ആ വാഹനത്തിൽ ഉണ്ടായിരുന്ന പകുതിയിലേറെ പേർക്ക് ജീവൻ നഷ്ടമാകുമായിരുന്നു എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതായത് 2 വളവുകൾ ഉള്ള ഈ റോഡിൽ എപ്പോഴും അപകടം പതിയിരിക്കുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. 8 മാസം മുമ്പ് ഒരു സ്കൂട്ടർ യാത്രികനും ഇതുപോലെ വീണ് പരിക്ക് പറ്റിയിരുന്നു. ഒരു ഓട്ടോറിക്ഷ മറിഞ്ഞ് ഒരാൾ മരണപ്പെടുകയുണ്ടായി. അങ്ങനെ നിരവധി അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായത്. ബസ് ഏറെ നാളിന് മുമ്പ് ഒരു ബസ് മറിഞ്ഞും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്ത ഒരു സ്ഥലമാണിത്. ഇതിൻ്റെ ഒരു പ്രതിവിധി കാണണമെങ്കിൽ ഇവിടെ ബാരിയറുകൾ സ്ഥാപിക്കണം, സ്റ്റോപ്പ് ബാരിയറുകൾ സ്ഥാപിക്കണമെന്നാണ് ഈ നാട്ടുകാർ പറയുന്നത്. ബ്രേക്ക് ബാരിയറുകളും മറ്റുമൊക്കെ അവിടെ സ്ഥാപിച്ചെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ ഈ വാഹനങ്ങൾ വേഗത കുറച്ച് ഇതുവഴി പോവുകയുള്ളൂ. ഇത് ആധുനിക രീതിയിൽ ടാർ ചെയ്ത റോഡാണ്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഈ വാഹനങ്ങളൊക്കെ ഇതുവഴി കടന്നു പോകുന്നത്. അതുകൊണ്ട് വേഗത കുറയ്ക്കുവാൻ വേണ്ടുന്ന നടപടികളാണ് ഇവിടെ നടത്തേണ്ടതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇല്ലെങ്കിൽ വലിയ അപകടങ്ങൾ ഇനിയും ഉണ്ടാകും. ഇവിടെ 2 ക്ഷേത്രങ്ങളുണ്ട്, ഒരു മിൽമ ബൂത്തുണ്ട്, സ്കൂളുകളുണ്ട്. നിരവധി കുട്ടികളൊക്കെ ഇതുവഴി നടന്നു പോകുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് എത്രയും വേഗം തന്നെ ഇനിയും ഈ ഒരു അപകടങ്ങൾ ഉണ്ടാവാതിരിക്കുവാനുള്ള നടപടികൾ ചെയ്യണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കൊച്ചിയിൽ നിന്നും R. പിയൂഷ്, മറുനാടൻ TV.